ഹായ്, 4 സെന്റ് പ്ലോട്ടിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള 968 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന വീടിന്റെ പ്ലാനും ഡിസൈനും അതോടൊപ്പം തന്നെ ആ ഒരു വീടിന്റെ നിർമ്മാണ ചെലവ് എത്ര വരും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ ഹനി, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൃശ്ശൂർ എറണാകുളം ജില്ലകളിലാണ് കൺസ്ട്രക്ഷൻ വർക്കുകൾ എടുക്കുന്നത്. നിങ്ങൾക്ക് വീട് നിർമ്മിക്കാനോ വീടിന്റെ പ്ലാൻ 3D പെർമിറ്റ് വാല്യൂ ചെയ്യാനായിട്ടാണെങ്കിലും താഴെ കൊടുത്തുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നേരെ വീഡിയോയിലേക്ക് എടുക്കാം. നമ്മൾ വീടിന്റെ കോസ്റ്റ് എത്ര വരും എന്ന് വിശദീകരിക്കുന്ന വീഡിയോസിൽ ചില കമന്റുകൾ വരാറുണ്ട്, കോസ്റ്റ് കൂടുതലാണെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിക്സഡ് റേറ്റ് ഒന്നും നമുക്കൊരു വീട് നിർമ്മിക്കുന്നതിന് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ അതിന്റെ പ്ലാൻ കാണണം, അതിന്റെ സൈറ്റ് കണ്ടീഷൻ എങ്ങനെയാണെന്ന് അറിയണം, അതിന്റെ ഡിസൈനുകൾ എങ്ങനെയാണെന്ന് അറിയണം. ഇതൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഒരു കോസ്റ്റ് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. അത് പലപ്പോഴും ഓരോ ബിൽഡറെ സംബന്ധിച്ച് അവർക്ക് അവരുടേതായ സ്പെസിഫിക്കേഷൻ ഉണ്ടാവും. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഇന്ന ബാത്റൂം ഫിറ്റിംഗ്സ് ആണെങ്കിൽ ഇന്ന പ്രൊഡക്റ്റുകളായിരിക്കും, ടൈൽ ഇന്ന ബ്രാൻഡിന്റെ ആയിരിക്കും എന്നുള്ളതൊക്കെ ഉണ്ടാവും. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു ആവറേജ് റേറ്റ് ആണ് വീഡിയോയിൽ ഞാൻ പറയുന്നത്. അപ്പോൾ പലപ്പോഴും ഈ ആളുകൾക്ക് ഈ സ്ക്വയർ ഫീറ്റ് റേറ്റ് പറഞ്ഞാലേ മനസ്സിലാവുള്ളെങ്കിലും നമ്മൾ അങ്ങനെ വർക്ക് എടുക്കാറില്ല. നമ്മൾ കൃത്യമായിട്ട് അതിന്റെ ക്വാണ്ടിറ്റി ഒക്കെ എടുത്തിട്ടാണ് അതിന്റെ വർക്ക് എടുക്കുന്നത്. അപ്പോൾ ഒരു 2000 സ്ക്വയർ ഫീറ്റ് 2000-2100 ആവറേജ് നമ്മുടെ വീഡിയോസിൽ റേറ്റ് പറയുന്നത്. പക്ഷെ നമ്മൾ ചെയ്യുന്ന വർക്കുകളിൽ 1800 മുതൽ 2400 വരെയൊക്കെ സ്ക്വയർ ഫീറ്റ് റേറ്റ് വന്ന വർക്കുകൾ ഉണ്ടായിട്ടുണ്ട്. അത് ആ ഒരു സൈറ്റ് കണ്ടീഷൻ ഒരു ഘടകമാണ്. പിന്നെ അതിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ്, പിന്നെ സ്ട്രക്ചറൽ ഡിസൈൻ കാര്യങ്ങളൊക്കെ എല്ലാം നോക്കിയിട്ടാണ് അതിന്റെ റേറ്റ് ഫിക്സ് ചെയ്യുന്നത്. അല്ലാതെ വെറുതെ ഒരു റേറ്റ് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ നമ്മളുടെ ഒരു സ്പെസിഫിക്കേഷൻ അനുസരിച്ചുള്ള റേറ്റ് ആണ് പറയുന്നത്. അത് ക്ലയന്റിനെ സംബന്ധിച്ച് ബജറ്റ് അത്ര ഇല്ലെങ്കിൽ നമുക്ക് അതിന്റെ സ്പെസിഫിക്കേഷൻ കുറയ്ക്കുന്നതിനനുസരിച്ച് അതിന്റെ റേറ്റും കുറയാം. പിന്നെ സ്ട്രക്ചറൽ കാര്യങ്ങളിലൊന്നും നമ്മൾ കോസ്റ്റ് കുറയ്ക്കാനുള്ള അങ്ങനെ കാര്യങ്ങളൊന്നും ചെയ്യില്ല, നമ്മൾ കോംപ്രമൈസ് ചെയ്യാറില്ല. ബാക്കിയുള്ള ഫിനിഷിംഗ് ഘട്ടങ്ങളിൽ നമുക്ക് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെ കുറയ്ക്കാവുന്നേ ഉള്ളൂ. അത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചെന്നുള്ളൂ. ഒരുപാട് കമന്റുകൾ ഇങ്ങനെ വരുന്നതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഈ ഒരു വീടിന്റെ നിർമ്മാണ ചെലവ് എത്ര വരും എന്നുള്ളത് നോക്കാം. 968 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഒരു വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിന്റെ ഏരിയ വരുന്നത്. ഇതിന്റെ ഫൗണ്ടേഷന്റെ കോസ്റ്റ് വരുന്നത് 3,25,000 രൂപയാണ്. അടുത്തതായിട്ട് അതിന്റെ ബ്രിക്ക് വർക്ക് ലിൻഡിൽ മുതൽ വാർക്ക വരെയുള്ള കോസ്റ്റ് വരുന്നത് 6,93,000 രൂപ വരുന്നുണ്ട്. പിന്നീട് അതിന്റെ ഫിനിഷിംഗ് വർക്ക്, അതായത് പെയിന്റിങ്, പ്ലാസ്റ്ററിംഗ്, ടൈല്, ഡോർസ് ആൻഡ് വിൻഡോസ്, ഇതൊക്കെ ആയിട്ട് നമുക്കൊരു 9,40,000 രൂപ വരുന്നുണ്ട്. അങ്ങനെ ആകെ 19,59,000 രൂപ വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു കോസ്റ്റ് എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആയിട്ടുള്ള റേറ്റ് അല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ്, ബ്രാൻഡുകൾ, അതൊക്കെ അതിനനുസരിച്ച് കോസ്റ്റിൽ ഡിഫറൻസ് ഉണ്ടാവും. ഇനി നമുക്കിത് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ആദ്യമായിട്ട് ഫൗണ്ടേഷന്റെ തന്നെ എർത്ത് വർക്ക് 12,000 രൂപയാണ് എർത്ത് വർക്ക് വരുന്നത്. അടുത്തത് റബിൾ ഫൗണ്ടേഷൻ 1,27,000 രൂപ വരുന്നുണ്ട്. ബെൽറ്റ് 73,000 രൂപ വരുന്നുണ്ട്. എർത്ത് ഫില്ലിംഗ് 52,000 രൂപ. ഇത് ഞാൻ പല വീഡിയോസിൽ പറയാറുള്ളതാണ്. നമ്മൾ സൈറ്റിൽ നിന്ന് തന്നെയാണ് നമുക്ക് മണ്ണ് കിട്ടുന്നതെങ്കിൽ ഈ ഒരു 52,000 രൂപ എന്നുള്ളത് വരില്ല. ആ ഒരു ലേബർ കോസ്റ്റ് മാത്രമേ വരുള്ളൂ. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ ഫൗണ്ടേഷന്റെ കോസ്റ്റ് 3 ലക്ഷത്തിൽ താഴെ നമുക്ക് നിൽക്കും. 2.5 ലക്ഷം അല്ലെങ്കിൽ 2.25 ലക്ഷത്തിലൊക്കെ ഫൗണ്ടേഷന്റെ കോസ്റ്റ് നിന്ന് വരാം. ഇനി അടുത്ത അതിന്റെ മുകളിൽ വരുന്ന കോൺക്രീറ്റ് 53,000 രൂപ. അങ്ങനെയാണ് നമുക്ക് 3,25,000 രൂപ ഫൗണ്ടേഷന്റെ കോസ്റ്റ് വരുന്നത്. ബ്രിക്ക് വർക്ക് 3 ലക്ഷം രൂപ വരുന്നുണ്ട്. ലിൻഡൽ സൺഷെയ്ഡ് 1,31,000 രൂപ വരുന്നുണ്ട്. റൂഫ് സ്ലാബ് 2,58,000 രൂപയും വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു സ്റ്റേജിൽ 10,18,000 രൂപയാണ് നമുക്ക് ടോട്ടൽ കോസ്റ്റ് വരുന്നത്. ഇനി അടുത്തായിട്ട് വരുന്ന പ്ലാസ്റ്ററിംഗ് 1,98,000 രൂപ, പെയിന്റിങ് 1,51,000 രൂപ, ടൈല് 1,64,000 രൂപ, ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് 1,86,000 രൂപ വരുന്നുണ്ട്. ഡോർസ് ആൻഡ് വിൻഡോസ് 2,40,000 രൂപ. അപ്പൊ അങ്ങനെയാണ് നമുക്ക് ആകെ 19,59,000 രൂപ വരുന്നതിന്. സ്ക്വയർ ഫീറ്റ് റേറ്റിലേക്ക് മാറ്റുകയാണെങ്കിൽ 2,024 രൂപയാണ് ഈ ഒരു വീട് നിർമ്മിക്കുന്നതിന്റെ പെർ സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുന്നത്. നമുക്ക് ഈ ഒരു വീടിന്റെ പ്ലാനും അതിന്റെ 3D പ്ലാൻ ഒന്ന് കാണാം. ഇത് ഈ വീടിന്റെ 3D പ്ലാൻ ആണ്. ഈ ഭാഗത്തായിട്ട് സിറ്റ് ഔട്ട് വരുന്നുണ്ട്. ഇവിടെയായിട്ട് ലിവിംഗ് കം ഡൈനിങ് ഹാള് കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് കിച്ചൺ. 3 ബെഡ്റൂമുകൾ ഈ പ്ലാനിൽ കാണാവുന്നതാണ്. ഇതാദ്യത്തെ ബെഡ്റൂമാണ്. ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇവിടെ ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ ബെഡ്റൂം, ഇത് മൂന്നാമത്തെ ബെഡ്റൂമാണ്. ഇത് വീടിന്റെ 2D പ്ലാൻ ആണ്. 250-150 സെന്റിമീറ്റർ എന്ന അളവിലാണ് ഇവിടെ സിറ്റ് ഔട്ട് കൊടുത്തിട്ടുള്ളത്. അടുത്തായിട്ട് ഒരു ലിവിംഗ് ഹാളിലേക്കാണ് കിടക്കുന്നത്. ഇവിടെയായിട്ട് കിച്ചൺ വരുന്നുണ്ട്. 320-300 സെന്റിമീറ്റർ എന്ന അളവിലാണ് 2 ബെഡ്റൂമുകൾ വരുന്നത്. ഇവിടെ ഒരു കോമൺ ബാത്റൂം വരുന്നുണ്ട്. 300-340 സെന്റിമീറ്റർ എന്ന അളവിൽ ഒരു ബെഡ്റൂം ഇവിടെ കാണാവുന്നതാണ്. ഈ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. തൃശ്ശൂർ എറണാകുളം ജില്ലകളിലാണെങ്കിൽ കൺസ്ട്രക്ഷൻ വർക്ക് എടുക്കുന്നത്. നിങ്ങൾക്ക് വീട് നിർമ്മിക്കാനും വീടിന്റെ പ്ലാൻ 3D പെർമിറ്റ് വാല്യൂ ചെയ്യാനായിട്ടാണെങ്കിലും താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. താങ്ക്സ് ഫോർ വാച്ചിങ്.